നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ മോറസ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറുമായി അദ്ദേഹം പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തിയിരുന്നു. പക്ഷേ അൽ നസറിന് മാഞ്ചസ്റ്റർ സിറ്റിയുമായി കരാറിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടുകൂടി അത് നടക്കാതെ പോവുകയായിരുന്നു. പിന്നീട് മറ്റൊരു സൗദി ക്ലബ്ബായ അൽ ഇത്തിഹാദ് ഈ ബ്രസീലിയൻ ഗോൾ കീപ്പർക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതും ഇപ്പോൾ ഫലം കണ്ടിട്ടില്ല. ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും എഡേഴ്സൺ തൻ്റെ ആ ഒരു നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും എഡേഴ്സന്റെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത കൈവന്നിട്ടുണ്ട്. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തുടരും എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ പെപ് ഗാർഡിയോളയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ സിറ്റിയുടെ ഗോൾ വല കാക്കുക എഡേഴ്സൺ തന്നെയായിരിക്കും എന്നും ഇപ്പോൾ ഇദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പെപ്പിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എഡേഴ്സണും ഒർട്ടേഗയും ക്ലബിനകത്ത് തുടരുമെന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ് എനിക്ക് നൽകുന്നത്. ഈ കഴിഞ്ഞ 8 വർഷങ്ങളിൽ ഒരുപാട് നേട്ടങ്ങൾ ഞങ്ങൾ സ്വന്തമാക്കി. എഡേഴ്സൺ ഇല്ലായിരുന്നുവെങ്കിൽ അതൊന്നും സാധ്യമാകുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥിരതയും അതുപോലെ തന്നെ ആ ഒരു കരിസ്മയും അസാധാരണമാണ്. താരം തുടരാൻ തീരുമാനിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് സിറ്റിയുടെ 1ാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് വരുന്ന സീസണിലും എഡേഴ്സൺ തന്നെയായിരിക്കും ഉണ്ടാവുക. മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനൽ അത് ഇന്നാണ് നടക്കുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. നേരത്തെ FA കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് പരാജയപ്പെട്ടിരുന്നു. ആ തോൽവിക്കുള്ള ഒരു പ്രതികാരം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി കളിക്കളത്തിലേക്ക് ഇറങ്ങുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.